അധ്യായം 37 അസ്വാഫാത്ത്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 182. വരിവരിയായി അണിനിരക്കുന്നവ എന്നാണ് സ്വാഫാത്തിന്റെ ഭാഷാർത്ഥം. 1-ാം സൂക്തത്തിലാണ് ഈ പദമുള്ളത്. ഈ അധ്യായവും അവതീർണമായത് മക്ക കാലഘട്ടത്തിന്റെ മധ്യത്തിലാണ്. ശത്രുക്കളുടെ മർദ്ദനം വിശ്വാസികളെ ഏറെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്ന കാലത്ത് സത്യനിഷേധികൾക്ക് താക്കീതും വിശ്വാസികൾക്ക് ധൈര്യവും പ്രത്യാശയും നൽകുന്നു. എല്ലാവർക്കും ഗുണപാഠമായി ഇബ്രാഹിം നബിയുടെ മാതൃക സമർപ്പിക്കുകയും ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അണിയണിയായി നിരന്നു നിൽക്കുന്നവർ സത്യം, പിന്നെ ശക്തമായി ചെറുത്തുനിൽക്കുന്നവർ തന്നെ സത്യം. എന്നിട്ട് കീർത്തനം ചൊല്ലുന്നവർ സത്യം. തീർച്ചയായും നിങ്ങളുടെയെല്ലാം ദൈവം ഏകനാണ്. ആകാശഭൂമികളുടെയും അവയ്ക്കിടയിലുള്ളവയുടെയും നാഥനാണവൻ, ഉദയസ്ഥാനങ്ങളുടെ പരിരക്ഷകൻ. അടുത്തുള്ള ആകാശത്തെ നാം നക്ഷത്രാലങ്കാരങ്ങളാൽ മനോഹരമാക്കിയിരിക്കുന്നു. ധിക്കാരിയായ ഏതു ചെകുത്താനിൽ നിന്നും അതിനെ സുരക്ഷിതമാക്കിയിരിക്കുന്നു. അത്യുന്നത സഭയിലെ സംസാരം ചെവികൊടുത്തു കേൾക്കാൻ ഈ ചെകുത്താന്മാർക്കാവില്ല. നാനാഭാഗത്തുനിന്നും അവർ എറിഞ്ഞോടിക്കപ്പെടും. അവർക്ക് അറുതിയില്ലാത്ത ശിക്ഷയുണ്ട്. എന്നാൽ അവരിലാരെങ്കിലും അതിൽ നിന്ന് വല്ലതും തട്ടിയെടുക്കുകയാണെങ്കിൽ തീക്ഷ്ണമായ തീജ്വാല അവനെ പിന്തുടരും. അതിനാൽ നീ അവരോട് ചോദിക്കുക, ഇവരെ സൃഷ്ടിക്കുന്നതാണോ കൂടുതൽ പ്രയാസകരം, അതോ നാം ഉണ്ടാക്കിയ മറ്റുള്ളവയെ സൃഷ്ടിക്കുന്നതോ? തീർച്ചയായും നാം ഇവരെ സൃഷ്ടിച്ചത് പറ്റിപ്പിടിക്കുന്ന കളിമണ്ണിൽ നിന്നാണ്. എന്നാൽ നിനക്ക് വിസ്മയം തോന്നുന്നു, അവരോ അതിനെ പരിഹസിക്കുകയും ചെയ്യുന്നു. അവരെ ഉപദേശിച്ചാലും അവരതേക്കുറിച്ചാലോചിക്കുന്നില്ല. ഏതൊരു ദൃഷ്ടാന്തം കണ്ടാലും അവരതിനെ പുച്ഛിച്ചു തള്ളുന്നു. അവർ പറയുന്നു, ഇത് പ്രകടമായ ജാലവിദ്യ തന്നെ. നാം മരിച്ചു മണ്ണും എല്ലുമായി കഴിഞ്ഞാൽ വീണ്ടും ഉയിർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നോ? നമ്മുടെ പൂർവ്വപിതാക്കളും ഉയിർത്തെഴുന്നേൽക്കുമെന്നോ? പറയുക, അതെ, അങ്ങനെ സംഭവിക്കും. നിങ്ങൾ അന്ന് പറ്റേ പതിതരായിത്തീരും. അതൊരു ഘോരഗർജനം മാത്രമായിരിക്കും. അപ്പോഴേക്കും അവർ കണ്ണു തുറന്ന് നോക്കുന്നവരായിത്തീരും. അവർ പറയും, അയ്യോ, നമുക്ക് നാശം! ഇത് പ്രതിഫലത്തിന്റെ ദിനം തന്നെ. അതെ, നിങ്ങൾ തള്ളിപ്പറഞ്ഞ ആ വിധി തീർപ്പിന്റെ ദിനം തന്നെയാണിത്. അക്രമം പ്രവർത്തിച്ചവരെയും അവരുടെ ഇണകളെയും അല്ലാഹുവെ വെടിഞ്ഞ് അവർ ആരാധിച്ചിരുന്നവയെയും നിങ്ങൾ ഒരുമിച്ചു കൂട്ടുക. എന്നിട്ടവരെയെല്ലാം നിങ്ങൾ നരകത്തിലേക്കുള്ള വഴിയിൽ നയിക്കുക എന്ന കൽപ്പനയുണ്ടാകും. അവരെയൊന്നു നിർത്തൂ, അവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അല്ല, നിങ്ങൾക്കെന്തു പറ്റി? നിങ്ങൾ പരസ്പരം സഹായിക്കുന്നില്ലല്ലോ. എന്നാൽ അവരിന്ന് കീഴൊതുങ്ങിയവരായിരിക്കും. അവർ ചേരിതിരിഞ്ഞ് പരസ്പരം ചോദ്യം ചെയ്യും. അനുയായികൾ പറയും, നിങ്ങൾ നന്മ ചമഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നുവല്ലോ. നേതാക്കൾ മറുപടി പറയും, നിങ്ങൾ സ്വയം തന്നെ സത്യവിശ്വാസികളായിരുന്നില്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ മേൽ ഒരധികാരവുമുണ്ടായിരുന്നില്ലല്ലോ. എന്നല്ല, നിങ്ങൾ സ്വയം തന്നെ അതിക്രമികളായ ജനമായിരുന്നു. അങ്ങനെ നമ്മുടെ നാഥന്റെ ശിക്ഷയുടെ വചനം സത്യമായി പുലർന്നിരിക്കുന്നു. തീർച്ചയായും നാം അതനുഭവിക്കാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ നിങ്ങളെ വഴിതെറ്റിച്ചു. തീർച്ചയായും ഞങ്ങൾ സ്വയം വഴിപിഴച്ചവരായിരുന്നു. നിശ്ചയമായും അന്ന് അവരെല്ലാം ശിക്ഷയിൽ പങ്കാളികളായിരിക്കും. ഉറപ്പായും കുറ്റവാളികളോട് നാം അങ്ങനെ തന്നെയാണ് ചെയ്യുക. അല്ലാഹുവല്ലാതെ ദൈവമില്ലെന്ന് അവരോട് പറഞ്ഞാൽ അവർ അഹങ്കാരത്തോടെ മുഖം തിരിക്കുമായിരുന്നു. അവരിങ്ങനെ ചോദിക്കുമായിരുന്നു,
ഭ്രാന്തനായ ഒരു കവിക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ ഉപേക്ഷിക്കണമെന്നോ? എന്നാൽ സത്യവുമായാണ് അദ്ദേഹം വന്നെത്തിയത്. ദൈവദൂതന്മാരെയെല്ലാം അദ്ദേഹം ശരിവച്ചിട്ടുമുണ്ട്. തീർച്ചയായും നിങ്ങൾ വേദനയേറിയ ശിക്ഷ അനുഭവിക്കേണ്ടവർ തന്നെ. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന്റെ പ്രതിഫലം മാത്രമേ നിങ്ങൾക്ക് നൽകുകയുള്ളൂ. അല്ലാഹുവിന്റെ ആത്മാർത്ഥതയുള്ള അടിമകൾക്കൊഴികെ. അവർക്കാണ് അറിയപ്പെട്ട വിഭവങ്ങളുള്ളത്. പലതരം പഴങ്ങൾ. അവരവിടെ ആദരണീയരുമായിരിക്കും. അനുഗ്രഹീതമായ സ്വർഗീയാരാമങ്ങളിൽ മഞ്ചങ്ങളിൽ അഭിമുഖമായി ഇരിക്കുന്നവരായിരിക്കും അവർ. വിശിഷ്ടമായ ഉറവ് വെള്ളം നിറച്ച കോപ്പകൾ അവർക്കിടയിൽ കറങ്ങിക്കൊണ്ടിരിക്കും. വെളുത്തതും കുടിക്കുന്നവർക്ക് അത്യധികം ആസ്വാദ്യകരവുമായ പാനീയം. അത് ദേഹത്തിനൊട്ടും ദോഷം വരുത്തില്ല. അതുവഴി അവർക്ക് ലഹരി ബാധിക്കുകയുമില്ല. അവരുടെ അടുത്ത് നോട്ടം നിയന്ത്രിക്കുന്നവരും വിശാലാക്ഷികളുമായ കുലീനകളുണ്ടായിരിക്കും. സൂക്ഷിക്കപ്പെട്ട മുട്ടകൾ പോലിരിക്കും അവർ. അവർ പരസ്പരം അഭിമുഖീകരിച്ച് അന്യോന്യം അന്വേഷിച്ചുകൊണ്ടിരിക്കും. അവരിൽ ഒരാൾ പറയും, തീർച്ചയായും എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവൻ ചോദിക്കാറുണ്ടായിരുന്നു, നീ പരലോകത്തിൽ വിശ്വസിക്കുന്നവനാണോ? നാം മരിച്ച് മണ്ണും എല്ലുമായി മാറിയാലും നമുക്ക് നമ്മുടെ കർമ്മഫലം കിട്ടുമെന്ന വാദത്തെ അംഗീകരിക്കുന്നവനും? തുടർന്ന് അയാൾ പറയും, നിങ്ങൾ ആ സത്യനിഷേധിയെ എത്തിനോക്കുന്നുണ്ടോ? അങ്ങനെ അദ്ദേഹം അവനെ എത്തിനോക്കും. അപ്പോൾ നരകത്തിന്റെ നടുവിൽ അവനെ കാണും. അദ്ദേഹം അവനോട് പറയും, അല്ലാഹു തന്നെ സത്യം, നീ എന്നെയും നശിപ്പിക്കുമായിരുന്നേനെ. എന്റെ നാഥന്റെ അനുഗ്രഹമില്ലായിരുന്നെങ്കിൽ ഞാനും നരകത്തിൽ ഹാജരാക്കപ്പെടുന്നവരിൽ പെടുമായിരുന്നു. ഇനി നമുക്ക് മരണമില്ലല്ലോ. നമ്മുടെ ആദ്യത്തെ ആ മരണമല്ലാതെ ഇനി നാം ശിക്ഷിക്കപ്പെടുകയുമില്ല. തീർച്ചയായും ഇതുതന്നെയാണ് മഹത്തായ വിജയം. ഇതുപോലുള്ള നേട്ടങ്ങൾക്കു വേണ്ടിയാണ് പണിയെടുക്കുന്നവരൊക്കെയും ശ്രമിക്കേണ്ടത്. ഇതാണോ ഉത്തമമായ സൽക്കാരം, അതോ സക്കൂം മരമോ? തീർച്ചയായും നാം അതിനെ അക്രമികൾക്കൊരു പരീക്ഷണമാക്കിയിരിക്കുന്നു. നരകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മുളച്ചു പൊങ്ങുന്ന മരമാണത്. അതിന്റെ കുലകൾ ചെകുത്താന്മാരുടെ തലകൾ പോലിരിക്കും. നരകവാസികൾ അത് തിന്നും. അങ്ങനെ അതുകൊണ്ട് അവർ വയർ നിറയ്ക്കും. തുടർന്ന് അവർക്ക് അതിനുമീതെ കുടിക്കാൻ ചുട്ടുപൊള്ളുന്ന വെള്ളമാണ് കിട്ടുക. പിന്നെ തീർച്ചയായും അവരുടെ മടക്കം നരകത്തീയിലേക്ക് തന്നെ. സംശയമില്ല, അവർ തങ്ങളുടെ പൂർവികരെ കണ്ടെത്തിയത് തീർത്തും വഴിപിഴച്ചവരായാണ്. എന്നിട്ടും അവർ ആ പൂർവികരുടെ കാൽപ്പാടുകൾ തന്നെ താൽപര്യത്തോടെ പിന്തുടർന്നു. അവർക്കു മുമ്പേ അവരുടെ പൂർവികരിലേറെ പേരും വഴിപിഴച്ചിരുന്നു. അവരിൽ നാം മുന്നറിയിപ്പുകാരെ അയച്ചിട്ടുണ്ടായിരുന്നു. നോക്കൂ, ആ മുന്നറിയിപ്പ് നൽകപ്പെട്ടവരുടെ അന്ത്യം എவ்விധമായിരുന്നുവെന്ന്. അല്ലാഹുവിന്റെ ആത്മാർത്ഥതയുള്ള അടിമകളുടേതൊഴികെ. നൂഹ് നമ്മെ വിളിച്ചു. അപ്പോൾ ഉത്തരം നൽകിയവൻ എത്ര അനുഗ്രഹീതൻ. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയും നാം വൻ ദുരന്തത്തിൽ നിന്ന് രക്ഷിച്ചു. അദ്ദേഹത്തിന്റെ സന്തതികളോ അവരെ നാം ഭൂമിയിൽ ബാക്കിയാക്കി. പിന്നാലെ വന്നവരിൽ അദ്ദേഹത്തിന്റെ സൽകീർത്തി നിലനിർത്തി. മുഴുവൻ ലോകവാസികളിലും നൂഹിന് സമാധാനം. തീർച്ചയായും അവ്വിധമാണ് നാം സദ്വൃത്തർക്ക് പ്രതിഫലം നൽകുക. സംശയമില്ല, അദ്ദേഹം നമ്മുടെ സത്യവിശ്വാസികളായ ദാസന്മാരിൽപ്പെട്ടവനാണ്. പിന്നീട് മറ്റുള്ളവരെ നാം മുക്കിക്കൊന്നു. ഉറപ്പായും അദ്ദേഹത്തിന്റെ കക്ഷിയിൽപ്പെട്ടവൻ തന്നെയാണ് ഇബ്രാഹിം. ശുദ്ധഹൃദയനായി അദ്ദേഹം തന്റെ നാഥന്റെ സന്നിധിയിൽ ചെന്ന സന്ദർഭം.
അദ്ദേഹം തന്റെ പിതാവിനോടും ജനതയോടും ചോദിച്ചു, നിങ്ങൾ എന്തിനെയാണ് പൂജിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലാഹുവെ വെടിഞ്ഞ് വ്യാജദൈവങ്ങളെ പൂജിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അപ്പോൾ പ്രപഞ്ചനാഥനെപ്പറ്റി നിങ്ങളുടെ വിചാരമെന്താണ്? പിന്നെ അദ്ദേഹം നക്ഷത്രങ്ങളുടെ നേരെ നോക്കി. എന്നിട്ടിങ്ങനെ പറഞ്ഞു, എനിക്ക് സുഖമില്ല. അപ്പോൾ അവർ അദ്ദേഹത്തെ വിട്ട് പിരിഞ്ഞുപോയി. അങ്ങനെ അദ്ദേഹം അവരുടെ ദൈവങ്ങളുടെ നേരെ തിരിഞ്ഞു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ തിന്നുന്നില്ലേ? നിങ്ങൾക്കെന്തു പറ്റി? നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ. പിന്നീട് അദ്ദേഹം അവയുടെ നേരെ നീങ്ങി. അങ്ങനെ തന്റെ വലം കൈകൊണ്ട് അവയെ വെട്ടിവീഴ്ത്തി. ആളുകൾ അദ്ദേഹത്തിന്റെ നേരെ പാഞ്ഞടുത്തു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ തന്നെ ചെത്തിയുണ്ടാക്കുന്നവയെയാണോ നിങ്ങൾ പൂജിക്കുന്നത്? അല്ലാഹുവാണല്ലോ നിങ്ങളെയും നിങ്ങൾ നിർമ്മിക്കുന്നവയെയും സൃഷ്ടിച്ചത്. അവർ പരസ്പരം പറഞ്ഞു, ഇവനു വേണ്ടി ഒരു തീക്കുണ്ഠമുണ്ടാക്കുക, എന്നിട്ടിവനെ കത്തിക്കാളുന്ന തീയിലെറിയുക. അങ്ങനെ അവരദ്ദേഹത്തിനെതിരെ തന്ത്രം മെനഞ്ഞു. പക്ഷേ നാം അവരെ പറ്റെ പതിതരാക്കി. ഇബ്രാഹിം പറഞ്ഞു, ഞാൻ എന്റെ നാഥന്റെ അടുത്തേക്ക് പോവുകയാണ്, അവൻ എന്നെ നേർവഴിയിൽ നയിക്കും. എന്റെ നാഥ, എനിക്ക് നീ സച്ചരിതനായ ഒരു മകനെ നൽകണമേ. അപ്പോൾ നാം അദ്ദേഹത്തെ സഹനശാലിയായ ഒരു പുത്രനെ സംബന്ധിച്ച ശുഭവാർത്ത അറിയിച്ചു. ആ കുട്ടി അദ്ദേഹത്തോടൊപ്പം എന്തെങ്കിലും ചെയ്യാവുന്ന പ്രായമെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ പ്രിയമോനെ, ഞാൻ നിന്നെ അറുക്കുന്നതായി സ്വപ്നം കണ്ടിരിക്കുന്നു. അതിനാൽ നോക്കൂ, നിന്റെ അഭിപ്രായമെന്താണ്? അവൻ പറഞ്ഞു, എന്റുപ്പ, അങ്ങ് കൽപ്പന നടപ്പാക്കിയാലും. അല്ലാഹു ഇച്ഛിച്ചെങ്കിൽ ക്ഷമാശീലരുടെ കൂട്ടത്തിൽ അങ്ങേക്കെന്നെ കാണാം. അങ്ങനെ അവരിരുവരും കൽപ്പനയ്ക്ക് വഴങ്ങി. അദ്ദേഹം അവനെ ചെരിച്ചു കിടത്തി. അപ്പോൾ നാം അദ്ദേഹത്തെ വിളിച്ചു, ഇബ്രാഹീമേ, സംശയമില്ല, നീ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. അവ്വിധമാണ് നാം സച്ചരിതർക്ക് പ്രതിഫലം നൽകുന്നത്. ഉറപ്പായും ഇതൊരു വ്യക്തമായ പരീക്ഷണം തന്നെയായിരുന്നു. നാം അവനു പകരം ബലിയർപ്പിക്കാനായി മഹത്തായ ഒരു മൃഗത്തെ നൽകി. പിന്മുറക്കാരിൽ അദ്ദേഹത്തിന്റെ സൽകീർത്തി നിലനിർത്തുകയും ചെയ്തു. ഇബ്രാഹീമിന് സമാധാനം. ഇவ்விധമാണ് നാം സച്ചരിതർക്ക് പ്രതിഫലം നൽകുന്നത്. സംശയമില്ല, അദ്ദേഹം നമ്മുടെ സത്യവിശ്വാസികളായ ദാസന്മാരിൽപ്പെട്ടവനായിരുന്നു. സച്ചരിതരിൽപ്പെട്ട പ്രവാചകനാകാൻ പോകുന്ന ഇസ്ഹാക്കിന്റെ ജനനത്തെ സംബന്ധിച്ചും അദ്ദേഹത്തെ നാം ശുഭവാർത്ത അറിയിച്ചു. അദ്ദേഹത്തെയും ഇസ്ഹാക്കിനെയും നാം അനുഗ്രഹിച്ചു. അവരിരുവരുടെയും സന്താനങ്ങളിൽ നല്ലവരുണ്ട്, തന്നോട് തന്നെ വ്യക്തമായ അക്രമം ചെയ്യുന്നവരുമുണ്ട്. നിശ്ചയമായും മൂസായോടും ഹാറൂനോടും നാം അളവറ്റ ഔദാര്യം കാണിച്ചു. അവരിരുവരെയും അവരുടെ ജനതയെയും കൊടും വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. അവരെ നാം സഹായിച്ചു. അങ്ങനെ അവർ വിജയികളായിത്തീർന്നു. അവരിരുവർക്കും സത്യം വേർതിരിച്ചു കാണിക്കുന്ന വേദപുസ്തകം നൽകി. ഇരുവരെയും നാം നേർവഴിയിൽ നയിക്കുകയും ചെയ്തു. പിന്മുറക്കാരിൽ നാം അവരുടെ സൽകീർത്തി നിലനിർത്തി. മൂസായ്ക്കും ഹാറൂനും സമാധാനം. അവ്വിധമാണ് നാം സച്ചരിതർക്ക് പ്രതിഫലം നൽകുന്നത്. അവരിരുവരും സത്യവിശ്വാസികളായ നമ്മുടെ ദാസന്മാരിൽപ്പെട്ടവരായിരുന്നു. സംശയമില്ല, ഇല്യാസും ദേവദൂതന്മാരിലൊരാളാണ്. അദ്ദേഹം തന്റെ ജനതയോട് ചോദിച്ച സന്ദർഭം, നിങ്ങൾ ഭക്തി പുലർത്തുന്നില്ലേ? നിങ്ങൾ ബഅൽ ദേവനെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണോ? ഏറ്റവും ശ്രേഷ്ഠനായ സൃഷ്ടികർത്താവിനെ ഉപേക്ഷിക്കുകയും നിങ്ങളുടെയും നിങ്ങളുടെ പൂർവ്വപിതാക്കളുടെയും നാഥനായ അല്ലാഹുവേ? അപ്പോൾ അവരദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. അതിനാൽ അവർ ശിക്ഷയ്ക്ക് കൊണ്ടുവരപ്പെടും, തീർച്ച.
അല്ലാഹുവിന്റെ ആത്മാർത്ഥതയുള്ള അടിമകളെയൊഴികെ. പിന്മുറക്കാരിൽ അദ്ദേഹത്തിന്റെ സൽകീർത്തി നാം നിലനിർത്തി. ഇല്യാസിന് സമാധാനം. അவ்விധമാണ് നാം സച്ചരിതർക്ക് പ്രതിഫലം നൽകുന്നത്. സംശയമില്ല, അദ്ദേഹം നമ്മുടെ സത്യവിശ്വാസികളായ ദാസന്മാരിൽപ്പെട്ടവനായിരുന്നു. ലൂത്തും ദൈവദൂതരിൽ ഒരുവൻ തന്നെ. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മുഴുവൻ ആൾക്കാരെയും നാം രക്ഷപ്പെടുത്തി, പിറകിൽ മാറി നിന്ന ഒരു കിഴവിയെ ഒഴികെ. പിന്നെ മറ്റുള്ളവരെയെല്ലാം നാം നശിപ്പിച്ചു. തീർച്ചയായും നിങ്ങൾ പ്രഭാതവേളയിൽ അവരുടെ അരികിലൂടെ കടന്നുപോകുന്നു, വൈകുന്നേരവും. എന്നിട്ടും നിങ്ങളൊന്നും ചിന്തിച്ചറിയുന്നില്ലേ? സംശയമില്ല, യൂനുസും ദൈവദൂതന്മാരിലൊരുവൻ തന്നെ. ഭാരം നിറച്ച കപ്പലിലേക്ക് അദ്ദേഹം ഒളിച്ചോടിയതോർക്കുക. അങ്ങനെ അദ്ദേഹം നറുക്കെടുപ്പിൽ പങ്കാളിയായി, അതോടെ പുറന്തള്ളപ്പെട്ടവരിലൊരുവനായി. അപ്പോൾ അദ്ദേഹത്തെ മത്സ്യം വിഴുങ്ങി. അദ്ദേഹം ആക്ഷേപാർഹനായിരുന്നു. അദ്ദേഹം അല്ലാഹുവിന്റെ വിശുദ്ധി വാഴ്ത്തുന്നവരിൽ പെട്ടവനായിരുന്നില്ലെങ്കിൽ നിശ്ചയമായും ഉയിർത്തെഴുന്നേൽപ്പ് നാൾ വരെയും അതിന്റെ വയറ്റിൽ കഴിയേണ്ടി വരുമായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ നാം കടലോരത്തെ ഒരു വെളിപ്രദേശത്തേക്ക് തള്ളി. അദ്ദേഹം അപ്പോൾ രോഗിയായിരുന്നു. അദ്ദേഹത്തിന് നാം ഒരു വള്ളിച്ചെടി മുളപ്പിച്ചു കൊടുത്തു. അദ്ദേഹത്തെ നാം 100,000 അതിലേറെയോ വരുന്ന വമ്പിച്ച ഒരാൾക്കൂട്ടത്തിലേക്ക് അയച്ചു. അതോടെ അവരെല്ലാം വിശ്വസിച്ചു. അതിനാൽ ഒരു നിശ്ചിത കാലം വരെ നാം അവർക്ക് സുഖജീവിതം നൽകി. നബിയെ, ഈ ജനത്തോടൊന്ന് ചോദിച്ചു നോക്കൂ, നിന്റെ നാഥന് പെൺമക്കളും അവർക്ക് ആൺമക്കളുമാണോ എന്ന്. അതല്ല, നാം മലക്കുകളെ സ്ത്രീകളായി സൃഷ്ടിച്ചുവെന്നോ? അവരതിന് സാക്ഷികളായിരുന്നോ? അറിയുക, അവരീ പറയുന്നത് അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയതിൽപ്പെട്ടതാണ്. അല്ലാഹു മക്കളെ ജനിപ്പിച്ചുവെന്നത് സംശയമില്ല, അവർ കള്ളം പറയുന്നവർ തന്നെയാണ്. അല്ലാഹു തനിക്കായി ആൺമക്കളെക്കാൾ പെൺമക്കളെ തിരഞ്ഞെടുത്തെന്നോ? നിങ്ങൾക്കെന്തു പറ്റി? എങ്ങനെയൊക്കെയാണ് നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചറിയുന്നില്ലേ? അതല്ലെങ്കിൽ നിങ്ങളുടെ വശം വ്യക്തമായ വല്ല പ്രമാണവുമുണ്ടോ? എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ രേഖയിങ്ങ് കൊണ്ടുവരിക, നിങ്ങൾ സത്യവാൻമാരെങ്കിൽ. ഇക്കൂട്ടർ അല്ലാഹുവിനും ജിന്നുകൾക്കുമിടയിൽ കുടുംബബന്ധം ആരോപിച്ചിരിക്കുന്നു. എന്നാൽ ജിന്നുകൾക്കറിയാം തങ്ങൾ ശിക്ഷയ്ക്ക് ഹാജരാക്കപ്പെടുമെന്ന്. അവരാരോപിക്കുന്നതിൽ നിന്നെല്ലാം അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്. അല്ലാഹുവിന്റെ ആത്മാർത്ഥതയുള്ള അടിമകൾ ഇവരിൽപ്പെട്ടവരല്ല. എന്നാൽ തീർച്ചയായും നിങ്ങൾക്കും നിങ്ങളുടെ ആരാധ്യർക്കും അല്ലാഹുവിനെതിരിൽ ആരെയും കുഴപ്പത്തിലാക്കാനാവില്ല. കത്തിക്കാളുന്ന നരകത്തീയിൽ വെന്തെരിയേണ്ടവരെയല്ലാതെ നിർണിതമായ സ്ഥാനമില്ലാത്ത ആരും തന്നെ ഞങ്ങളിലില്ല. തീർച്ചയായും ഞങ്ങൾ സേവനത്തിനായി അണിനിന്നവരാണ്. നിശ്ചയമായും ഞങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധി വാഴ്ത്തുന്നവരുമാണ്. ഇക്കൂട്ടർ പറയാറുണ്ടായിരുന്നു, മുൻഗാമികൾക്ക് കിട്ടിയ വല്ല ഉദ്ബോധനവും ഞങ്ങളുടെ വശം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അല്ലാഹുവിന്റെ ആത്മാർത്ഥതയുള്ള അടിമകളാകുമായിരുന്നു. എന്നിട്ടും അവരിതിനെ തള്ളിപ്പറയുകയാണുണ്ടായത്. അതിനാൽ അടുത്തുതന്നെ അവരെല്ലാം അറിയും. ദൂതന്മാരായി അയച്ച നമ്മുടെ ദാസന്മാരുടെ കാര്യത്തിൽ നമ്മുടെ കൽപ്പന നേരത്തെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഉറപ്പായും അവർക്ക് സഹായം ലഭിക്കുമെന്ന്. തീർച്ചയായും നമ്മുടെ സൈന്യം തന്നെയാണ് വിജയിക്കുന്നവർ. അതിനാൽ ഒരവധി വരെ നീ അവരിൽ നിന്ന് മാറി നിൽക്കുക. അവരെ നീ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അടുത്തുതന്നെ അവരെല്ലാം കണ്ടറിഞ്ഞുകൊള്ളും. നമ്മുടെ ശിക്ഷയ്ക്കു വേണ്ടിയാണോ ഇവരിങ്ങനെ തിടുക്കം കൂട്ടുന്നത്? എന്നാൽ ആ ശിക്ഷ അവരുടെ മുറ്റത്ത് വന്നിറങ്ങിയാൽ
ആ താക്കീത് നൽകപ്പെട്ടവരുടെ പ്രഭാതം എത്ര ചീത്തയായിരിക്കും. അതിനാൽ ഒരവധി വരെ അവരിൽ നിന്ന് മാറി നിൽക്കുക. നീ അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അടുത്തുതന്നെ അവരെല്ലാം കണ്ടറിഞ്ഞുകൊള്ളും. പ്രതാപിയായ നിന്റെ നാഥൻ അവരാരോപിക്കുന്നതിൽ നിന്നെല്ലാം എത്രയോ പരിശുദ്ധനാണ്. ദേവദൂതന്മാർക്ക് സമാധാനം. പ്രപഞ്ചനാഥനായ അല്ലാഹുവിന് സ്തുതി.